ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു സംഗീതാസ് ഫുഡ് ഗാലറി. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് തൈര് സേമിയാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ചിനും ഡിന്നറിനും എല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയിട്ടാണ്. അപ്പൊ ഇത് ചെയ്യാനായിട്ട് ഉപ്മാ ചെയ്യുന്ന സേമിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് സേമിയ വേണമെങ്കിലും ഇതിനെ യൂസ് ചെയ്യാം. അപ്പോൾ ഒരു പാക്കറ്റ് സേമിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൽ 180 ഗ്രാം ഉണ്ട്. ഇനി ഇതിനെ ചുടുവെള്ളത്തിൽ ഒന്ന് വേവിച്ചെടുക്കണം. പിന്നെ ഒരു വലിയ പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ ഏകദേശം 1 ലിറ്ററോളം വെള്ളം ഉണ്ടാവും. അപ്പോൾ സേമിയയുടെ അളവിനെ വെച്ച് നിറയെ വെള്ളത്തിൽ വേണം ഇത് വേവിക്കാൻ. ഇത് വെള്ളം ചൂടാവട്ടെ നന്നായിട്ട്. വെള്ളം നന്നായിട്ട് ചൂടായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു 2-3 മിനിറ്റ് ഇതിനെ തിളപ്പിക്കണം. ഇപ്പൊ വെള്ളം നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സേമിയ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക. പ്രസ് ചെയ്ത് നോക്കുമ്പോൾ 2 ഉടയുണ്ട്. സേമിയ വെന്ത് കഴിഞ്ഞു. ഇപ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇതില് ഇപ്പോൾ ഈ വെള്ളമെല്ലാം കളഞ്ഞിട്ട് ഡ്രൈൻ ചെയ്തിട്ട് പച്ചവെള്ളത്തിൽ 1-2 പ്രാവശ്യം നന്നായിട്ട് വാഷ് ചെയ്യണം. അപ്പോഴേ ഇതിന്റെ സ്റ്റാർച്ചൊക്കെ നന്നായിട്ട് പോവുകയുള്ളൂ. അതുപോലെ സേമിയ ഒരുപാട് വെന്ത് കുഴയാൻ പാടില്ല. അളവായിട്ടുള്ള വേവിൽ തന്നെ നമ്മൾ നിർത്തണം. ഇതിലെ വെള്ളമെല്ലാം കളഞ്ഞിട്ട് വരാം. സേമിയ വേവിച്ച വെള്ളമെല്ലാം കളഞ്ഞിട്ട് പച്ചവെള്ളത്തിൽ 2 പ്രാവശ്യം വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാവുന്നു. അപ്പോൾ ഞാൻ 400 ഗ്രാം തൈര് ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ഉടച്ചു കൊടുക്കണം. എപ്പോഴും സേമിയ എടുക്കുന്നതിന്റെ ഇരട്ടി തൈര് ഉണ്ടാവണം കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ്. നിങ്ങൾക്ക് തൈരിന്റെ അളവ് കുറവ് മതിയെങ്കിൽ അതിൽ കുറച്ച് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ എപ്പോഴും അതിന്റെ ഇരട്ടി തൈര് എടുക്കാറുണ്ട്. അപ്പോൾ തൈര് നന്നായിട്ട് ഉടച്ചു കഴിഞ്ഞു. സേമിയ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉടച്ചു വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഒട്ടും പുളിയില്ലാത്ത തൈര് വേണം കേട്ടോ എടുക്കാൻ. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് മാത്രം പാല് ചേർത്ത് കൊടുക്കണ്ട. ഇത് നല്ല ക്രീമി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അത് ചേർക്കുന്നത്. ഇപ്പൊ തൈര് നിങ്ങളുടെ അടുത്തുള്ള തൈര് കുറച്ച് പുളിപ്പുള്ള തൈരാണെങ്കിൽ തൈരിന്റെ അളവ് കുറച്ചിട്ട് കുറച്ച് പാലിന്റെ അളവ് കൂടുതൽ ചേർത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കാം. ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഈ ഓയിൽ ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞു. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഇപ്പൊ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചേർക്കുക. 1 ടീസ്പൂൺ ഇഞ്ചി, അത് നല്ല പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 2 വറ്റൽമുളക് പൊട്ടിച്ചത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, അത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന്റെ കൂടെ കുറച്ച് അണ്ടിപ്പരിപ്പ്, 10-15 അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ട് ഫ്രൈ ആക്കണം. ഇതിലേക്ക് കുറച്ച് ഡ്രൈ ഗ്രേപ്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം. ഇതൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് സേമിയയിലോട്ട് ചേർത്ത് കൊടുക്കണം. താളിച്ചതിനെ സേമിയയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മാതളമ്പഴം ചേർത്ത് കൊടുക്കണ്ട. ഇപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള തൈര് സേമിയ റെഡിയായി കഴിഞ്ഞു. നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം.
ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കും വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്.